ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ഫംഗ്ഷന് പോയാലോ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ പ്യൂബർട്ടി ഫംഗ്ഷനാണ്. വേറെ ആരെയല്ല, നമ്മുടെ അന്നമ്മക്ക് രാവിലെ ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് അന്നമ്മളൊന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കുഞ്ഞാറ്റയും കൂടെ ഇങ്ങനെ പോകുന്നത്. അയ്യോ, അന്നമ്മോള് വലിയ കുട്ടിയായെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നതേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ രജനി ചേച്ചി പ്രസവിച്ച് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും ഇങ്ങനെ ചെവിയിൽ കേട്ടോണ്ടിരിക്കണം. ഞാനന്ന് +2 പഠിക്കുന്ന സമയം ഞാൻ പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ അന്നമോളെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കാണാൻ പോയതും, അയ്യോ, ഒരു ആപ്പിൾ പോലത്തെ ഒരു കൊച്ചായിരുന്നേ. അയ്യോ, എന്തൊരു ചന്ത വരുന്നെന്നാ. അതിപ്പോഴും എനിക്ക് മറ്റേ HD ദൃശ്യ മികവോടെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ അന്നമോളാണ്. അയ്യോ, ഇത്രയും വളർന്നത് സത്യം. അയ്യോ, ഞാൻ ഇമോഷണൽ ആവണം എൻ്റെ പൊന്നോ. അങ്ങനെ പിന്നെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കഴിക്കാൻ സദ്യയൊക്കെ കഴിച്ച് എല്ലാം നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ കണ്ട് ബന്ധുക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ കുട്ടികളെ ഡാൻസും ബഹളവും ഒരു നല്ലൊരു സന്തോഷമുള്ള നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ സേറക്കുട്ടി ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി, ഞാൻ ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണും, ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കാണും, ലൈക്കൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ്. ഞാനങ്ങ് ദൃഢങ്ക പുളങ്കിതയായി. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. പക്ഷെ കുട്ടിക്ക് അതിനെപ്പറ്റി വലിയ നിശ്ചയമില്ല എന്ന് തോന്നണു. പിന്നെ രാത്രിയായപ്പോൾ കുട്ടികളെല്ലാം ലൂപ്സ് ഇട്ട് കറക്കലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10-11 മണി. എല്ലാവരും ഒക്കെ അവരവരുടെ വീടുകളിലൊക്കെ പോയപ്പം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗായ്.